ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഡീൽ എന്നുള്ള ആരോപണത്തിലാണ്. അത് കെ സി വേണുഗോപാൽ തുടങ്ങി പ്രതിപക്ഷ നേതാവിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ഇലക്ഷൻ നറേറ്റീവാണ്. ഇനി ഇലക്ഷന് ഇന്നേക്ക് 17-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. കൃത്യം 15 നാളുകൾ മാത്രമാണ് പരസ്യ പ്രചരണത്തുള്ളത്. എസ് കെ എൻ 5 വർഷം മുൻപുള്ള ഇതേപോലൊരു സമയം എനിക്ക് ഓർമ്മയിലുണ്ട്. ആ സമയത്ത് കോവിഡ് സമയമാണ്. കോവിഡിന്റെ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഓൾ ഓഫ് എ സഡൻ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനമില്ലാതെ പ്രൊവോക്കേഷനില്ലാതെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പടയുന്നൊരു സാധനം ഒന്ന് വീഴുന്നു. എന്തായിരുന്നു ആ സാധനം? അതായത് ലീഗ് ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്ന ആ നറേറ്റീവ് ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ എന്തോ വിഴുങ്ങാൻ പോകുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നു. ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള കമ്മ്യൂണൽ കോളേജ് കൊടിയേരി ഭാഷ നടത്തുന്നു. അതിനെ തുടർന്ന് എസ് കെ എൻ ഒരു എം എം ഹസൻ പ്രതികരിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. രമേശ് ചെന്നിത്തല എന്തൊക്കെയോ പറഞ്ഞു. ലീഗ് നേതൃത്വം ആകെ പതറി. അതിനെ തുടർന്ന് 2 ആഴ്ച ഈ പറഞ്ഞ ചർച്ചയിൽ കെട്ടുപിടഞ്ഞ കേരള രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. എസ് കെ എൻ അന്ന് കേരളത്തിന്റെ ആ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ നറേറ്റീവ് സെറ്റ് ചെയ്ത് ആരാണ്? LDF ആണ്, CPM ആണ്. ഇന്ന് കേരളത്തിൽ ഇലക്ഷൻ സെറ്റ് ചെയ്യുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കോൺഗ്രസ് ആണ് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇപ്പം UDF VD സതീശനും ഒക്കെ ഇങ്ങനെ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യാൻ വരുമ്പോ ഇവര് കയറി കൊത്തിയത് എന്തിനാ? അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ നറേറ്റീവ് വിജയം കാണുന്നുള്ളതാണ്. അത് അഡ്വാൻറ്റേജ് UDF ആണ്. ഞാൻ പറഞ്ഞ കാരണം എന്താ അറിയോ? ഇന്നിപ്പോ ഞാൻ കരുതി ആ സാധനം ഇപ്പം എന്താണ് VD സതീശൻ നുണ പറയുന്ന ആളാണ് എന്ന് കരുതി ചാപ്പകുത്തി നുണേശൻ എന്ന് പറഞ്ഞ പ്രൊപ്പഗണ്ടയിൽ തട്ടി വിടും എന്നാണ് ഞാൻ കരുതിയത്. ഉണ്ടായത് അങ്ങനെയല്ല. ഉണ്ടായത് എല്ലാ നേതാക്കളും പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ആ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പഴയതാണ് പറയുന്ന കോലീബി. ഇപ്പം 3-17 കാലമാണ് സ്കാൻ. ഈ കോലീബിയും ജനതാ പാർട്ടിയൊക്കെ അത്ര വർഷം പഴക്കമുള്ള കാര്യമാണ്. അതൊക്കെ വെച്ച് പ്രതികരിക്കുമ്പോൾ വീണ്ടും ആ നറേറ്റീവിൽ കൂടുതൽ സജീവമാവുകയാണ്. അത് UDF പിന്നെയും ആവേശം പകരുന്നുണ്ട്. പിന്നെയും അതിശക്തമായ രീതിയിൽ ഈ ആരോപണങ്ങൾ അവിടെ ആവർത്തിക്കുകയാണ് VD സതീശൻ. ഉറപ്പായും ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷനിൽ വർക്കൗട്ട് ആവാനുണ്ട്. ഒരുപാട് കാര്യം പ്രചരണത്തിലാവുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ ഡീലിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് ചർച്ച പോകുന്നത് നല്ലതല്ല എന്ന നിലപാട് തന്നെയാണ് ഞാൻ. പക്ഷേ ഈ പാലക്കാട് ഈ പറയുന്ന പോലെ അവിടെ എസ് കെ അവിടെ എന്ത് പറഞ്ഞാലും സംബന്ധിച്ചിടത്തോളം ഇതാണോ ഏറ്റവും വലിയ പ്രയോറിറ്റി? നോ എസ് കെ, നോ. നാടിന്റെ വികസനമാണോ അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്ന ഭാവിയിലെ പ്രവർത്തനങ്ങളാണോ? എസ് കെ അല്ല, ഇതാണോ പ്രയോറിറ്റി? എസ് കെ അല്ലല്ല. പക്ഷേ ഈ പാലക്കാട് എന്ന് പറയുന്നത് അവരുടെ നിർണായക സീറ്റാണ്. ബാക്കി സ്ഥലങ്ങൾ നിർണായക സീറ്റാണ്. പാലക്കാട് ഏതെങ്കിലും തരത്തിൽ രമേശ് പിഷാരടിക്ക് അനുകൂലമായി വരേണ്ട UDF വോട്ടുകൾ സ്പ്ലിറ്റായി പോവുക എന്ന് പറയുന്നത് UDF അചിന്ത്യമാണ്. റസാഖിനെ നിർത്തുന്നത് അത് സ്പ്ലിറ്റ് ചെയ്യാനാണ് എന്ന് UDF വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ റസാഖ് ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല, അവർ കരുതുന്നില്ല. അത്തരത്തിൽ ആ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവാതിരിക്കാൻ കൊണ്ടുവരുന്ന വളരെ കൃത്യമായ ഷാർപ്പായ ബ്രില്യൻ നറേറ്റീവ് തന്നെയാണ് അവിടെ കൊണ്ടുവരുന്ന സ്കാൻ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റാന്നി, ഈ പറഞ്ഞ കോന്നി, ഈ പറഞ്ഞ തൃപ്പൂണിത്തറ, ഈ പറഞ്ഞ ഏറ്റുമാനൂർ, ഈ പറഞ്ഞ കുന്നംകുളം BJPക്ക് കോർ ബേസ് വോട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും എന്തുകൊണ്ട് BJP മത്സരത്തിൽ നിന്ന് പിന്മാറി, സ്ഥാനാർത്ഥി ഇല്ലാതെ പിന്മാറി? എന്തുകൊണ്ട് ദുരൂഹ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു സ്വാധീനം 2020 നിർത്തുന്നു എന്നതിന്റെ കൃത്യമായ മറുപടി വരേണ്ടത് രാജീവ് ചന്ദ്രശേഖരനാണ്.